ഞാൻ ഡോക്ടർ രാജീവ് കോഴിക്കോട് നിന്ന് വരുന്നു. 2019 ഫെബ്രുവരി 24 ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി നിയോഗത്തിൽ 6 നിയോഗങ്ങളാണ് എഴുതി വച്ചിരുന്നതെങ്കിലും 60ഓളം നിയോഗങ്ങൾ എനിക്ക് മാതാവിൻ്റെ കൃപയാൽ ലഭിച്ചിട്ടുണ്ട്. ഞാനിതിവിടെ പറയുന്ന രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഇവിടെ ഞാനും എൻ്റെ കുടുംബവും ഒരു പുതിയ ഭൂമി ലഭിക്കുവാൻ വേണ്ടി മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു 2022. അപ്പം അങ്ങനെ മാതാവിൻ്റെ കൃപയാൽ സ്ഥലവും വീടും ലഭിച്ചു. വീട് വാങ്ങി രജിസ്ട്രേഷനെല്ലാം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഭൂമി നഞ്ച എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കണ്ടത്. അപ്പം അതായത് തരം മാറ്റൽ അല്ലെങ്കിൽ സ്വഭാവ വ്യതിയാനം നടത്തിയാൽ മാത്രമേ അവിടെ പുതുതായി എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം അതിനു വേണ്ടി വില്ലേജ് ഓഫീസിലും ബന്ധപ്പെട്ട അധികാരികളുടെ സമീപത്തും ഞാൻ പോയി. അപ്പോൾ അവർ സ്ഥലമെല്ലാം പരിശോധിച്ച് 1 ലക്ഷം രൂപ തരം മാറ്റൽ ഫീസായിട്ട് നൽകണമെന്ന് ഓർഡർ ഇടുകയും ചെയ്തു. ഞാൻ ഓർഡറിൻ്റെ കോപ്പി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വീണ്ടും ഒരിക്കൽ കൂടി വന്നു പ്രാർത്ഥിച്ചു, ഇതിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം, ഞാനിവിടെ വന്ന് നന്ദി പറഞ്ഞ് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും സമീപിക്കുകയും വീണ്ടും അപേക്ഷ നൽകുകയും ചെയ്തു. മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ഈ മാസം 2-ാം തീയതി തരംപാറ്റൽ പൂർണ്ണമായും സൗജന്യമായി നടത്തിക്കൊള്ളാമെന്നുള്ള ഉത്തരവ് എനിക്ക് ലഭിച്ചു. മാതാവിൻ്റെ കൃപയാൽ മാത്രമാണ് ഇത് സാധ്യമായത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഇതിനു മുൻപ് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇതുമായി പോയപ്പോഴെല്ലാം അവരെന്നോട് പറഞ്ഞത് ഇത് പൈസ അടയ്ക്കാതെ ഈ സ്വഭാവ വ്യതിയാനം അഥവാ തരംമാറ്റം നടത്തുക സാധ്യമല്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോഴെല്ലാം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഇത് സാധ്യമാക്കി തന്നു കഴിഞ്ഞാൽ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയാം, നന്ദി പറയാമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്തു. ഇതിനു മുൻപും പല കാര്യങ്ങളും ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 2019 മുതലുള്ള ഈ കാലഘട്ടത്തിലുടനീളം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 6 നിയോഗങ്ങൾക്ക് പകരം 60-ലേറെ നിയോഗങ്ങളാണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും നടന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ മോൻ CA പഠിക്കുന്നുണ്ട്. CAയുടെ ഇൻ്റർ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ തവണ 2 ഗ്രൂപ്പുകൾ ഒന്നിച്ച് എഴുതി, 2 ഗ്രൂപ്പുകൾ അവന് ലഭിച്ചില്ല. മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അവന് കഴിഞ്ഞ പരീക്ഷയിൽ 2 ഗ്രൂപ്പുകളും ഒന്നിച്ച് പാസ്സായി. ഇപ്പോൾ CAയുടെ ഇൻ്ററിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ നിരവധി അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ PhD പഠനം അന്വേഷിച്ചപ്പോഴും ഡോക്ടറേറ്റ് ലഭിച്ചത് എല്ലാം തന്നെ മാതാവിൻ്റെ പ്രത്യേക കൃപയാലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഓരോ അനുഗ്രഹം ലഭിക്കുമ്പോഴും ഞാൻ ഈ സന്നിധിയിൽ വന്ന് അമ്മയോട് 1000 നന്ദികൾ പറയാറുണ്ട്. 2019 ഉടമ്പടിയോടെ എടുത്തു എല്ലാ ദിവസവും കൃപാസന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും ചെയ്യാറുണ്ട്. അപ്പം അമ്മയുടെ സന്നിധിയിൽ വന്ന് ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം ലഭിച്ചതിന് അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ സ്വാഭാവികമായും കുട്ടികളുമായിട്ടാണ് കൂടുതൽ ഇടപഴകുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടെ കുട്ടികൾക്ക് സൗജന്യമായി വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. സഹപാഠിക്കൊരു വീടെന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ വീട് വയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ കുട്ടികൾക്ക് കൈത്താങ്ങായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ. അപ്പം അങ്ങനെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളുടെ ഇടയിലാണ് കഴിഞ്ഞ 32 വർഷമായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്ത് മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞാൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം. ഞാൻ കോഴിക്കോട് നിന്ന് രാവിലെ എല്ലാ ദിവസവും അതിരാവിലെ പുറപ്പെട്ടിട്ടാണ് ഈ സമയങ്ങളിൽ ഇവിടെ എത്തുക. തിരിച്ച് രാത്രി വൈകിയാണ് എത്തുക. പക്ഷെ അതൊന്നും ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അമ്മ എനിക്കൊരു അനുഗ്രഹം തന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ പിറ്റേ ആഴ്ചയിൽ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഇവിടെ വന്ന് എന്തായാലും നന്ദി പറയും. അതെൻ്റെ ഒരു ദൃഢപ്രതിജ്ഞയാണ്.